എൻ്റെ മോനെ നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് പറയാൻ തോന്നിയല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നീ എപ്പോഴാ ഇത് വന്ന് പറയാന്ന്. ഇപ്പോഴെങ്കിലും നിനക്കിത് തോന്നിയല്ലോ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നീ കുറച്ച് മുന്നേ പറയേണ്ടതായിരുന്നു. അതായത് ഇപ്പോഴൊന്നല്ല നീ പറയേണ്ടത്, കുറച്ച് മുന്നേ വന്നിട്ട് പറയണമായിരുന്നു എൻ്റെ കുടുംബജീവിതം ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത്. അതായത് നമ്മളെ കൊല്ലം സുധിയുടെ മകൻ വന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം കാണുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ കൊല്ല സുധിയുടെ മകൻ എന്ന് പറഞ്ഞാൽ. ആ പയ്യൻ്റെ 2 വയസ്സങ്ങായിട്ടുള്ളപ്പോഴാണ് അമ്മ ഇട്ടേച്ച് പോകുന്നത്. അമ്മ, സ്വന്തം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടേച്ച് പോകുന്നത്. അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സുധിയുടെ സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും ഉള്ള കണക്ഷൻ ആയിരിക്കാം. ഏതായാലും ഇപ്പോഴവർ ജീവിച്ചിരിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 വർഷം മുമ്പ് അവർ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത് എന്നാണ് കേട്ടത്. ഏതായാലും ആ പയ്യനെ അന്നു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകൻ തന്നെയായിരുന്നു, വേറെ ആരുമില്ല. അച്ഛനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ വേറൊരു കല്യാണം കഴിക്കുന്നു. അതാണെങ്കിൽ അതിൽ 2 മക്കളൊരു സ്ത്രീയാണ്. പിന്നീട് അവരായിരുന്നു അച്ഛൻ്റെ മക്കൾ എന്നാണ് ഈ ഒരു പയ്യൻ പറയുന്നത്. അതായത് ഈ പയ്യൻ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് രേണു സുധിയെ പരിചയപ്പെടുന്നത്, രേണു സുധിയെ കല്യാണം കഴിക്കുന്നത്. പിന്നീട് ആ ഒരു വീട്ടിലുള്ള സാഹചര്യത്തെ പറ്റിയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആ വീട്ടിലുള്ള ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അയ്യോ കൊല്ലസുധീൻ്റെ മോനാണ്, വെറുതെ അല്ല ആ ചെറുക്കൻ അവിടെ നിൽക്കാത്തത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് ഈ വീട് വെച്ച ആൾക്കാർ എല്ലാവരും ഒത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനും കൂടി അവിടെ നിൽക്കേണ്ട ഒരു ഇതുണ്ടാക്കി കൊടുക്കണം. അതായത് അവിടെ രേണുവിൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല താമസിക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊല്ലസുധിയുടെ മകൻ എന്ന നിലയിൽ ഈ പയ്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഇളയ പയ്യനുമാണ് അവിടെ താമസിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കം ചേട്ടനോ മറ്റേവർക്കോ യാതൊരുവിധ അവകാശവും ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാലോ, കൊല്ലസുധീൻ്റെ പൈസ എങ്ങനെയാന്ന് പോയത് എന്ന് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. അതായത് ആ വീട്ടിലുള്ള എല്ലാവരുടെയും ചെലവ് നടത്തുന്നത് ഈ പാവമാണെന്നാണ് പറയുന്നത്. അതായത് ഇയാളെ ശരിക്കും അവരെന്ത് ചെയ്യുന്നത് അറിയാം, കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. നല്ല രീതിയിൽ പിഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് അവിടെ ആർക്കാണ് ഇപ്പം നമ്മുടെ ആ രേണു സുധീൻ്റെ അച്ഛനാണെങ്കിലും അയാളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾക്ക് ഒരു അസുഖവും ഇല്ല. അങ്ങേർക്കൊന്നും ഒരു അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പൈരുമണി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളിക്കളിച്ച് നടക്കുന്ന ചെങ്ങായിയാന്ന്. ആ ചെങ്ങായിക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസേൻ്റെ വരുമാനമില്ല. ഈ മരുമകൻ്റെ ചെലവിലാന്ന് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ചെറുക്കൻ തന്നെയാണ് പറയുന്നത് ആ വീട്ടിലുള്ള സകലയാളെ ചെലവ് കൊടുത്തത് ഈ കൊല്ലസുധിയാണ്. അങ്ങനെ അയാളെ പിഴിഞ്ഞിട്ടായാലും നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ മുതലെടുത്തിട്ടുണ്ട്. അതാണ് ഈ ആൾ കടത്തിൽ ഇങ്ങനെ മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടി ജീവിക്കേണ്ടി വന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പയ്യൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടുന്ന് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത് എന്താ, ആ പയ്യൻ അവിടെ നല്ല സുഖമാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്നുപോലെയാണ് ഈ പയ്യനെ നോക്കുന്നത്. പിന്നെ അവൻ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നതിന് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഈ രേണു സുധീൻ്റെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ വീട് ഇപ്പോഴും കിട്ടിയപ്പോഴേ അവരെല്ലാവരും കൂടി കൈയടക്കുകയും ചെയ്തു. ഈ പയ്യനെ ശരിക്കും ചവിട്ടി വെളിയിലിറക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ പയ്യൻ അത് പറയാതെ പറയുന്നുണ്ട്. അവൻ്റെ മനസ്സിന്ന് കൃത്യമായിട്ട് അത് നമുക്ക് കേൾക്കാം. ആ ഒരു പറച്ചിലിൽ എല്ലാ കാര്യവുമുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അവൻ ഇന്നലെ ആ ഗത്യന്തരമില്ലാതെയാണ് മനസ്സ് തുറന്നത് ശരിക്ക്. അതായത് അവൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയില്ല. കാരണം 2-3 വയസ്സിൽ അമ്മ ഒഴിവാക്കി പോയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു പ്രത്യാഘാതം എത്രയായിരിക്കുമെന്ന്. അപ്പോൾ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ അങ്ങനെയായിരിക്കും ജീവിച്ചത്. ആ ഒഴിവാക്കി പോയതിൻ്റെ ഫീലിങ്ങും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ വേറെ തോന്നിയതുപോലെയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഇടയ്ക്ക് വീട്ടിലേക്ക് വരും, ഇവനെയും കൊണ്ടുപോകും. അങ്ങനെ ചെറുപ്പകാലത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിച്ച് വളർന്ന ഒരു പയ്യനാണ് ഈ കൊല്ലസുധിയുടെ മൂത്ത മകൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ആ പയ്യൻ അവിടെ ചാൻസ് ഇല്ല, ആ ഒരു വീട്ടിൽ ചാൻസ് ഇല്ല ആ പയ്യന്. ഇപ്പോഴെല്ലാവരും കൂടി വീടും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴും എല്ലാവരും കൊണ്ട് 4 വാർഡെന്ന് വന്നിട്ട് അവിടെ താമസിക്കുന്നു. കൊല്ലസുധിയുടെ മറ്റേ സാധനങ്ങൾ ട്രോഫികൾ മുഴുവൻ ആ ഒരു കട്ടിലിൻ്റെ അടിയിലേക്ക് വെക്കുന്നു. പിന്നെ അയാളുടെ ഫോട്ടോ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ ഫോട്ടോയും കണ്ട ചുമലിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരുവാണെന്ന്. ഇത് പറയാനുള്ള കാരണം എന്താ അറിയാം, ആ പയ്യൻ പറയുന്നത് അതായത് അവർ ഭയങ്കര സ്നേഹമാണെന്ന് നമുക്കെല്ലാം കരുതുന്നില്ല, ഒരിക്കലും അല്ല. അവർക്ക് ഈ പയ്യനോട് ഒരു സ്നേഹവും ഇല്ല. ഈ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേരിലും കൂടി ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമാണ് അവർക്ക്.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും തുറന്നു പറഞ്ഞ് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കൊല്ലസുധിയുടെ വല്ല ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വന്നോ, ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും അടിയുണ്ടോ പിടിയുണ്ടോ ഒന്നും നമുക്കറിയില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയില്ല, അപകട മരണമായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ടാകും. അപ്പോഴും കൊല്ലസുധിയുടെ ഭാര്യ ഇവിടുന്ന് കാണിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുമുണ്ട്. ഏതായാലും ഇന്നലെ അവൻ പറഞ്ഞപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഭയങ്കര സ്നേഹവും ക്യാമറയ്ക്ക് പിന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു ഫാമിലി, അത്രമാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. അതായത് നല്ല ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ അച്ഛൻ്റെ വീടാണ്, നിൻ്റെ അച്ഛൻ കാരണമാണ് നമുക്ക് വീട് കിട്ടിയത്, ഇവിടെ താമസിക്കുക എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞാൽ രേണുസുധി എന്താ ചെയ്തത്? തൻ്റെ വീട്ടുകാരെ മുഴുവൻ ആൾക്കാരെയും കൊണ്ടുവന്ന് അവിടെ അങ്ങ് താമസിപ്പിച്ചു. ഈ ചെറുക്കൻ അവിടെ വഴിയില്ലാതെ നിലയില്ലാതെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് സഹോദരങ്ങളുടെ കൂടെയോ ആരുടെയൊക്കെ കൂടെ ഇങ്ങനെ താമസിക്കുന്നത്. അതാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിച്ചുവിനോട് പറയാനുള്ളത് നല്ല രീതിയിൽ പൊരുതുക, അത് മാത്രമേ വേണ്ടൂ. അതായത് ഒരു കാരണവശാലും വീട് വിട്ടു കൊടുക്കരുത്. വീട് നിങ്ങൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചു ചേർക്കനും ഈ 2 പേർക്കുള്ളതാണ്, വേറെ ആർക്കുമല്ല. അത് കൊല്ലസുധിയോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ, അതുപോലെ തന്നെ മറ്റേ ഫിറോസ്, അവരൊക്കെ കൂടിയിട്ട് എടുത്തു കൊടുത്തത് തന്നെയാണ്. ഇനി എന്തൊക്കെ ആ വീട്ടിന് കുറവുണ്ടെങ്കിലും കേടുണ്ടെങ്കിലും ശരി, ആ പയ്യൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിന് ഒരു കംപ്ലൈൻറ്റും എനിക്കില്ല, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ചാവി വാങ്ങിച്ചത് എന്ന് അന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അന്ന് ഈ പയ്യൻ ഇത്രത്തോളം തുറന്നു പറയാനൊരു ധൈര്യം വന്നിട്ടില്ല. ഇപ്പോഴാ പയ്യൻ എവിടുന്നോ ഒരു ധൈര്യം വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ഇവൻ ആരെയോ ഭയന്നതുപോലെയാണ് സംസാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുധിയുടെ ആ ഇളയ മകനോട് ഈ പയ്യന് നല്ല സ്നേഹമുണ്ട്, അത് ഉറപ്പായിട്ട് പറയാറുണ്ട്. അതായത് ആ ഒരു പയ്യനെ നല്ല രീതിയിൽ ഇതിൽ തന്നെ കാണുന്നത്. പക്ഷേ ആ ഒരു സ്നേഹം രേണുവിന് ഈ പയ്യനോടില്ല, രേണുവിന് ഈ കിച്ചുവിനോട് ആ ഒരു സ്നേഹമില്ല. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴോ വലുതായപ്പോഴോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇനി എന്തെങ്കിലും വിചാരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോഴിങ്ങനെ ഒരു അഭിനയം ഉണ്ടാകാം. പക്ഷേ പഴയ കാലങ്ങളൊന്നും ആ പയ്യൻ മറക്കുന്നില്ല. അതൊക്കെ എണ്ണി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവന് പണ്ട് ഭക്ഷണം കൊടുക്കാത്ത കാര്യം വരെ പറയുന്നുണ്ട്. അച്ഛനായിരുന്നു അവനെല്ലാം, അച്ഛനുള്ളപ്പോൾ മാത്രമാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, അച്ഛൻ തന്നെയാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് എണ്ണി പറയുമ്പോഴേ അവിടെ രേണുസുധിയുടെ ചില നുണകൾ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. രേണുസുധി പറയുന്ന പോലെ, അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുധി കൊല്ലസുധി അങ്ങനെ അങ്ങ് സ്നേഹിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ഇതിൽ അവർ 2 പേരും ഒന്നായി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് എന്നാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയോ സീരിയലോ ആയിരിക്കാം. പക്ഷേ കൊല്ലസുധി പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെ വേണ്ട, സീരിയലിലോ സിനിമയിലൊന്നും നീ പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ചിലപ്പോൾ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീണിട്ടുണ്ടാകും. പിന്നെ അങ്ങോട്ട് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കും ബഹളവും തന്നെ ആയിരിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ബാബൂട്ടാന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് നല്ല ഇട്ട തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും അല്ല പ്രേക്ഷകരെ. അതായത് ആ പയ്യൻ പറയുന്നതിൽ കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്, ആ പയ്യൻ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സകല എണ്ണത്തിന് ഓടിച്ചിട്ട് ഈ കൊല്ലസുധീൻ്റെ ഈ മൂത്ത മകനും ഇളയ മകനും മാത്രമാണ് ആ വീട്, അല്ലാതെ അവിടെ ഒരുത്തനും വേണ്ട. തങ്കച്ചേട്ടനോടാ പറയുന്നു, മാറിക്കോ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യണം.